ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ചിക്കൻ പുട്ട് തയ്യാറാക്കാം. അപ്പം അതിനായി ചിക്കൻ നുറുക്കി കഴുകി വാരി വെച്ചേക്കണതാണ്. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വേവാനായിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. മെഷറിംഗ് കപ്പിന് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സബോള അരിഞ്ഞിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് പകുതി തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വരട്ടിയെടുക്കാം. ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ചിക്കൻ മസാല, ലേശം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ലേശം കരിവേപ്പില. എല്ലാം കൂടി ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വരട്ടിയെടുക്കാം. വേവിച്ച് വെച്ച് ചിക്കനൊന്ന് ഞാൻ പൊടിച്ചെടുത്തായിരുന്നു. സവോള വരണ്ടതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നനച്ച് വെച്ച പുട്ടുപൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുകുറ്റി ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി അടപ്പത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാം. പുട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് റെഡിയായി. നല്ല ടേസ്റ്റിയായ ചിക്കൻ പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.